അല്ല ഇത് അത് എനിക്ക് ഈ പാട്ട് എനിക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ചു തന്നപ്പോ തന്നെ അതൊരു ഗൂസ്ബം ആയിട്ടും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയുടെ റിലീസിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്കും പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര കോമ്പോ ഉണ്ടായിരുന്നു. കാര്യം ഇവരുടെ കൂടെ ഇരുന്നിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കുറെ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ് അതിൽ ഹാപ്പി നോട്ടിൽ പോയ കാരണം കൊണ്ട് ആ ഫോം ഒരിക്കലും കുറഞ്ഞു കിട്ടി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ള സമയത്തും ഞാൻ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റിലീസിന്റെ അന്ന് തന്നെ ഞാൻ ആ സമയത്ത് ഞാനും ഭാര്യയും മക്കളും കൂടിയിട്ട് വിയന്നയിൽ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതും ഞങ്ങൾക്ക് പാക്ട് തിയേറ്ററായിരുന്നു. മുഴുവൻ മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അവിടെയും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇവിടെ നിന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹം അപ്രിസിയേഷനും അവിടെ നിന്ന് കിട്ടി. അതൊരു വലിയ സന്തോഷം. അതല്ലാതെ കുറെ പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്തു. ചേട്ടനൊക്കെ പറയുന്നത് സാധാരണ പടങ്ങളെ കണ്ട് വിളിക്കാത്ത ആൾക്കാരൊക്കെ ഈ പടങ്ങൾ കണ്ട് വിളിച്ചിട്ട് ഞാൻ നന്നായിട്ടുള്ളൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് സിനിമ ഇത് ഇത്തിരി റിസ്കി പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പേ അറിയാം. ഇവര് പറഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന കൺസേൺസ് ഭാഷയും ഞാൻ ഇരിയാലക്കുടക്കാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു തിരുവനന്തപുരം സ്ലാങ് പറയുമ്പോൾ അത് അത്രയും നന്നായാൽ മാത്രമേ എന്നെ അത് അംഗീകരിക്കുകയുള്ളൂ. കാര്യം ഞാൻ അല്ലെങ്കിൽ സാധാരണ സംസാരിക്കുന്ന സംസാര ഭാഷ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ അത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതെനിക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് വോയിസ് കോഡിനായിട്ട് കിട്ടുന്നത് അവർക്ക് മോഡുലേഷൻ നേരെ ആയിരിക്കും. അവിടുത്തെ ഓരോ വാക്കുകളുടെയും ഓരോ ഡയലക്ട് അനുസരിച്ച് വാക്കുകളുടെ നീളവും അതിന്റെ സ്ട്രെസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരിപ്പുണ്ടാവും. തൃശ്ശൂർ പറയുന്ന പോലെ ആയിരിക്കില്ല. സെയിം വാക്ക് തന്നെ എഴുതുമ്പോൾ സെയിം വാക്കായിരിക്കും. പക്ഷെ തിരുവനന്തപുരത്ത് പറയുമ്പോൾ അതിന്റെ സൗണ്ടിങ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ തോട്ടക്കുട്ടന്റെ ഗാംഗില് ഉള്ള മറ്റേ സ്പാൻഡ്രോയിഡ് ചാടി ഇറങ്ങുന്ന ഫസ്റ്റ് ജീപ്പിൽ ചാടി ഇറങ്ങുന്ന പുള്ളിയാണ് സോനു എന്ന് പറയുന്നത്. ഇവര് സുഹൃത്തുക്കളാണ്. അപ്പോ സോനും ഇവർ ഒരുമിച്ച് എല്ലാ ദിവസവും പിറ്റേ ദിവസത്തെ സീനുകളുടെ ഡയലോഗുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചു വരുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് മോഡുലേഷനും ഇതുമെല്ലാം ഈ സൗണ്ടിങ് ഒക്കെ നോക്കുന്നതിന്റെ ഒപ്പം ഇമോഷനും കൂടെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ബാക്കിയുള്ള സിനിമകൾക്കാൾ കൂടുതൽ കുറച്ചും കൂടെ പ്രിപ്പറേഷൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇതൊരു തിയേറ്ററിലേക്ക് വന്ന് ആൾക്കാരെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു, ആൾക്കാരെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു, അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും കിട്ടുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ അപ്രിസിയേഷനാണ്. നമ്മൾ ചെയ്ത എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്ന പൈസയേക്കാളും നമ്മൾ അത് നന്നായി ചെയ്തു എന്നാണല്ലോ പറയുന്ന സമയത്ത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഈ സിനിമയിൽ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നതിനും ഇങ്ങനെ ഒരു ക്യാരക്ടർ ആലോചിച്ചപ്പോൾ അത് എന്നെ ആലോചിച്ചതിനും പിന്നെ ഇവരൊക്കെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ ആരോടാണെങ്കിലും ഈ പറഞ്ഞ സോനും അങ്ങോട്ട് അതിനകത്തുണ്ടായിരുന്ന ശരത്ത് വടി, പിന്നെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള സോഹില്, പിന്നെ ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്ന ആര്യനുണ്ട്. ആര്യനൊരു നമ്മളെ ആ ഒരു സ്റ്റേജിലെ മദ്രസ് കഴിഞ്ഞ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉള്ള അതിനകത്ത് കൂടുതലും അച്ചടി വാക്കുകൾ പോലെയാണ് ആൾ സംസാരിക്കുന്നത്. അതിനകത്ത് ഒറ്റ സാധനം എന്താ ആ മൊമെന്റിൽ അവന്റെ ഒരു സജഷൻ ആയിരുന്നു. അപ്പൊ ഇതുപോലെ എല്ലാവരും കൂടിയിട്ടൊരു ഗ്രൂപ്പായിട്ട് നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തതാണ്. സിനിമയുടെ സക്സസ് ആയത് വലിയ സന്തോഷം. അതിനേക്കാളും സന്തോഷം എന്ന് വെച്ചാൽ ഓരോ ദിവസവും മെമ്മറബിൾ ആയിരുന്നു. കുറെ നല്ല ഓർമ്മകളും കുറെ തമാശകളും പുതിയ സൗഹൃദങ്ങളും പഴയ സൗഹൃദങ്ങളും ഒന്നുകൂടെ സ്ട്രോങ്ങർ ആയി. അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ മിസ് ചെയ്യുന്നത് ബേസിലിനെയും വിനീതേട്ടൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബേസിൽ ഈ വിജയം ആഘോഷിക്കാനായിട്ട് സോളോ ട്രിപ്പ് പോയേക്കാണ്. അങ്ങനെ അപ്പോ അവിടെ ആഘോഷിക്കട്ടെ. വിനീതേട്ടൻ എവിടെ? ചെന്നൈയിൽ. ഓക്കെ, വിനീതേട്ടൻ ചെന്നൈയിലാണ്. അതുപോലെ സമീർക്ക് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഈ സിനിമ റിലീസിന്റെ തലേദിവസമൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട്
ആ പിന്നെ ഇതിനകത്തുള്ള റിയെ ഞാനത് പലയിടത്തും പറഞ്ഞു, എനിക്ക് ചെറുപ്പം തൊട്ട് അറിയണതാണ്, എന്റെ ചെറുപ്പം തൊട്ട് അറിയുന്നതാണ്. അപ്പോ അതുപോലെ ഷെറിൻ ഇതിനകത്ത് ജർഷിയാണ്. അപ്പൊ ജെറിലെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞങ്ങള് ആ സമയത്താണ് പരിചയപ്പെടുന്നത്. പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനെ പറ്റി. ക്യാരക്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ജെറിന്റെ വീട് എവിടെയാണ് ശരിക്കും? കൊല്ലമാണ്. പക്ഷെ ആ സ്ലാങ് ഒക്കെ അത് ഒട്ടും ഏറ്റുകെട്ടലില്ലാതെ ആ സ്ലാങ് ഭയങ്കര വൃത്തിയായിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഭയങ്കര എന്താ പറയാ, കാണാനും ഭയങ്കര അടിപൊളിയാണ്, നമുക്കും ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ കോമ്പോസേഷൻ ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ഇപ്പൊ വിഷ്ണു ആണെങ്കിലും ഞാൻ, ഗപ്പി, തല്ലുമാല, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിൽ ഒക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിഭീകര, അതായത് സുഹൃത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ആരാധനയുള്ള പോലത്തെ അങ്ങനത്തെ ഒരു മ്യൂസീഷ്യനാണ് വിഷ്ണുവിന്റെ ഈ സാധനവും അമ്മപ്പുറപ്പും ഒക്കെ വൻ പൊളിയായിട്ട് വിഷ്ണു ചെയ്തിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ്, പിന്നെ ചമൻ ചാക്കോ. ചമൻ ഈ പറഞ്ഞ പോലെ അവൻ ഫോറൻസിക്കില് സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കളയിൽ വന്നപ്പോഴാണ്, കളയിലാണ് അവൻ എഡിറ്ററായിട്ട് വരുന്നത്. അവിടെ നിന്ന് ചമൻ കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ക് ഭയങ്കര കലക്കൻ ട്രാക്കാണ്, ഇനിയും കുറെ സക്സസ് ഉണ്ടാവുന്നതാണ്. പിന്നെ സാമുവൽ സിനിമാറ്റോഗ്രാഫർ, സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും ഒരേപോലെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അടിപൊളിയായിട്ട് സാമുവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ വൃത്തിയായിട്ട്, ഇതിനൊക്കെ ആധാരം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ എഴുതിയിട്ടുള്ള അതാണ് തീർച്ചയായിട്ടും. അതും എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് വരുമ്പോഴാണ്. ഒരു ഷാനിക്കായിട്ട് ഞങ്ങൾ കുറെ നാളായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ സമയത്താണ്. ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തും പിന്നെ പ്രമോഷന്റെ സമയത്തൊക്കെയാണ്. അപ്പം ഷാനിക്ക് ഇനിയും നമുക്ക് കണ്ടുകൂട്ടാം ആക്ടർ ലൈഫിൽ. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇത് സ്വീകരിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി. ഇനിയും നല്ല സിനിമകളുമായിട്ട് വരാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞങ്ങളോട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു ടോവിച്ചേട്ടാ. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, നമ്മുടെ അതിരടിയുടെ പ്രീമിയർ ഷോയിൽ ഞാനും ഉണ്ടായിരുന്നു. എന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ബേസിലേറ്റനും റിയോ ഒക്കെ ഇരുന്നത്. ഏറ്റവും കൂടുതൽ ബേസിലേറ്റൻ കൈയടിച്ചത് ടോവിച്ചേട്ടന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള എൻട്രിക്കാണ്. എഴുന്നേറ്റ് നിന്നിട്ടാണ്. എനിക്ക് തോന്നുന്നു ബേസിലേറ്റന്റെ ഇൻട്രോസിലും ബേസിലേറ്റന്റെ സീൻസിലൊന്നും പുള്ളി ഇത്രയ്ക്ക് കൈയടിച്ചിട്ടില്ല. ചേട്ടന്റെ ഇൻട്രോ വന്നപ്പോ പുള്ളി എഴുന്നേറ്റ് നിന്നായിരുന്നു കൈയടിച്ചത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ പവർ ഓഫ് യുവർ ഫ്രണ്ട്ഷിപ്പ്. അത് അല്ല, ഇത് നമ്മൾ ഈ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് നാളായിട്ട് അറിയാവുന്നതും നന്നായിട്ട് അറിയാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ നമ്മള് സ്നേഹമാണെങ്കിലും അത് നമ്മള് ഒരിക്കലും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് വരില്ല. എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് അത് നമ്മൾ പൊതുവേ നമ്മള് മലയാളികളല്ലേ, നമ്മള് വീട്ടിലൊക്കെ പോയിട്ട് അപ്പനും അമ്മയും കെട്ടിപ്പിടിച്ച് അതൊന്നും പറയില്ലല്ലോ. നമുക്കത് ഉള്ളിലുണ്ടാവും, ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ടാവും. ആരോടാണെങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അത്രയ്ക്കും എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മളാണ്. ഞാനിപ്പോ എന്റെ ചേട്ടനായിട്ടാണെങ്കിൽ ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് എന്താ പറയാ, ഒരു എന്നെ എങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി എന്നൊന്നും പറയുന്നില്ല. അതല്ലാതുള്ള ജസ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ വാക്കാലങ്ങളിൽ പറയുന്നത് വളരെ കുറവാണ്. അതേപോലെ ഒരു എക്സ്പ്രഷനാണ്. ഞാനില്ലാത്തപ്പോ എനിക്ക് വേണ്ടി കൈയടിച്ചു, ഞാൻ ഉള്ളപ്പോ കൈയടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. പക്ഷെ ഞാൻ കണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് കുട്ടി കൈയടിച്ചില്ല? പക്ഷെ ആദ്യം തന്നെ ബേസിലായിട്ട് ഈ മൂവി കഴിഞ്ഞ് വിളിച്ചപ്പോ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ? ഓർമ്മയില്ലാതെ പറയാൻ. അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ബേസിലായിട്ട് ഫസ്റ്റ് ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ഹലോ ഓർമ്മയില്ല. നമ്മൾ ഇതന്നെ സിനിമയുടെ സന്തോഷം പങ്കുവെച്ചല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു സിനിമയില് ഈ അണിയറ പ്രവർത്തകരുടെ നിൽക്കുമ്പോ തന്നെ പറയണം, ഈ മൂവിയിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു ക്യാമിയോ. ഓക്കെ, ഈ ഒരു ക്യാമിയോന്റെ പേരില് വന്ന ചർച്ചകൾ അതിഭീകരമായിരുന്നു. ഈ ഒരു ക്യാമിയോന്റെ ഐഡിയ ആരായിരുന്നു കൊണ്ടുവന്നതെന്നൊന്ന് പറയോ? ഐഡിയ ഉണ്ടായിരുന്നു. പലരെ നമ്മൾ സമീപിച്ചു. സഞ്ജുവിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ
അനന്തമാണ് ആക്ച്വലി പേര് Okay. കുറെ ഓപ്ഷൻസ് ഇങ്ങനെ വൈനോട്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അങ്ങനെ പുള്ളി വന്ന് അടിപൊളിയായിട്ട് ആ കാറിലുള്ള സീക്വൻസ് അല്ലെങ്കിൽ എല്ലാവരും കൂടി ആ സീനിൽ പിടിപ്പിച്ച് ക്യാമിയോ കയ്യിൽ ഡയലോഗ് ഒക്കെ എല്ലാവരും കൂടി പിടിപ്പിച്ച് അടിപൊളിയാക്കി. ഞങ്ങൾ എപ്പോഴും തിയേറ്ററിൽ തന്നെ പറയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണേ, പ്രത്യേകിച്ച് നിങ്ങൾ അതിനുള്ള കോമ്പിനേഷൻ ഒക്കെ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ എന്റെ ഷാനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, ഈ ലിറിക്കൽ വീഡിയോയിൽ ഒരു കാര്യം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇതിൽ സംസ്കൃതത്തിലാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. എന്താ രാമ നീ എന്നെ സങ്കടപ്പെടുത്തിയതെന്നാണ് തീം. അപ്പൊ ഇത് കമ്പോസ് ചെയ്തത് രുദ്രവീണയിലാണ്. രാവണന്റെ ഇൻസ്ട്രുമെന്റിൽ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണ ഏതെങ്കിലും ഒരു വേദിക്ക് വരുമ്പോൾ അത് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുവർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫോർമൽ പ്രസ് മീറ്റ് അല്ല. ഈ ഒരു സക്സസ് നിങ്ങളുടെ കൂടെ പങ്കുവെക്കണം എന്നതുകൊണ്ടാണ് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു സക്സസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാനുള്ള ടൈമാണ്. അത് ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ, അതിനേക്കാളും നന്നായിട്ട് വിനീതയുടെ പാടിയിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ സ്റ്റേജിൽ പാട്ട് പാടാനും ഡാൻസ് കളിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ചെയ്യാത്തത് അല്ല, ഞാൻ ചെയ്യാറില്ല. ഓക്കെ, ഞാനത് സ്വയം തോന്നി ചെയ്യാതിരിക്കുന്നതാണ്. അപ്പൊ വേറെ ആരും നിർബന്ധിച്ചാലും ചെയ്യണമെന്നില്ല. അത് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിയുമ്പോ കുത്തിരി പിടിച്ച് മേടിക്കുന്നതായിരിക്കും. എവിടെ 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 അതെന്താ? ഇല്ല, പറ്റിക്കില്ല. പരിചയമുള്ള ആൾക്കാരാണ്, ഇനിയും കാണേണ്ട ആൾക്കാരാണ്. അങ്ങനത്തെ ടെൻഷനില്ല. നന്നായിരുന്നു, നല്ലതായിരുന്നു എന്നാണ് തോന്നുന്നത്. പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടല്ല. അല്ല, ഉറപ്പായിട്ടും നമ്മള് ഇതിന്റെ ഐഡിയ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഐഡിയയുടെ സമയം തൊട്ടിട്ട് ആക്ച്വലി എല്ലാവരും കൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു നമ്മുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണെങ്കിലും അതിന്റെ എക്സിക്യൂഷനിലൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടെ ഒരു ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് അത് വരുന്നതുകൊണ്ട് അത് ആക്ച്വലി അത് അവസാനത്തേക്ക് എല്ലാവരുടെയും ഒരു ഇൻപുട്ടുകൾ ഇപ്പം പറഞ്ഞാൽ ചെറിയ ഡയലോഗ് ഇംപ്രവൈസേഷൻ ആണെങ്കിൽ ഈ സീൻ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് എല്ലാവരും ഈ പറഞ്ഞത് കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ചെയ്തതായതുകൊണ്ടപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അല്ലെങ്കിൽ അതിന്റെ ഇറക്കുന്ന സമയത്ത് കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ പടി തീരാത്തന്നെ. അതല്ലാതെ വേറെ ഒരു ഷൂട്ടിംഗ് സമയത്തോ അല്ലാതെ ഒരു പ്രശ്നങ്ങളോ ഒരു തടസ്സങ്ങളോ ഇല്ലാതെ നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ആ സന്തോഷം തിയേറ്ററിലും ആൾക്കാർക്ക് കിട്ടി. അത് അങ്ങനെ റെസ്പോൺസ് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്നായി തന്നെയാണ് വിചാരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഭയങ്കര ഫൈറ്റ് എന്ന് പറയാൻ മാത്രം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എനിക്കതല്ലാതെ കുറെ ഉണ്ടായിരുന്നു അല്ലെ. മറ്റേ അവൻ എന്നെ എന്താ പറയാ റീഡിയുമായി രക്ഷപ്പെട്ടു പോയി, പിന്നീട് എന്നെ വട്ടോട്ട് പിടിക്കുന്നതാണ്. അപ്പൊ ഇതെന്താ വെച്ചാല് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് പരിചയമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ കൊള്ളാതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം മര്യാദയാണ്. ആ മര്യാദ രണ്ടുപേരും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചില ഷോട്ടുകളുടെ ആംഗിളും അതിന്റെ ലെൻസിങ്ങും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇടിച്ചാലേ ഇടികൊണ്ടുപോലെ തോന്നുള്ളൂ എന്നുള്ളത്. അതാണെങ്കിൽ പോലും നമ്മളൊരു 100% തോന്നിപ്പിക്കാൻ കഴിഞ്ഞ 25% ഇടിയൊക്കെ ഇടിക്കേണ്ടി വരും. അതാണെങ്കിൽ നേരത്തെ പറഞ്ഞില്ല, സർപ്രൈസ് ഒന്നുമില്ല, പറഞ്ഞിട്ട് ഇടിക്കുകയുള്ളൂ. ഇതിനകത്ത് അങ്ങനെ പരിക്കുകളൊന്നും പറ്റുന്ന പോലത്തെ അങ്ങനത്തെ റിസ്കി ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പറയുന്ന പോലെ ഒരു നോർമലി എല്ലാ സിനിമകളിലും ഈ ക്യാമിയോ റോൾസ് അല്ലെങ്കിൽ സർപ്രൈസ് എലമെന്റ്സ് ഉള്ള ഇതുണ്ടാവും. ഈ സിനിമയിൽ ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു ഹാഷർ എന്നുള്ളത്. അപ്പം അത് ചിലപ്പം നമുക്ക് ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു പൾസറേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് നോർമലി ഒരു ആക്ടറെ കാണുമ്പോൾ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുക, അത് ഇന്ന ആക്ടർ ഉണ്ട്, അത് സോഷ്യൽ മീഡിയ കൂടെ അറിയിക്കുക. ചിലപ്പോൾ ഈ സിനിമ ഇറങ്ങി 2ാമത്തെ ദിവസം ഉണ്ടായ ഇഷ്യൂ ആയിരുന്നു, ഈ സിനിമയിൽ ഒരു ക്യാമിയോ ഉണ്ട്, ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ചിലപ്പം അത് കാണാനുണ്ടാകുന്ന ഓഡിയൻസ് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് തന്നെ ചിലപ്പം സീൻ ഇതാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ടല്ലോ. അപ്പോൾ അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടല്ലോ. ബേസിലായിട്ട് എന്താ പിന്നെ കഥ മുഴുവൻ ഇട്ടുവിടുക,
എന്ന് വെക്കുന്ന ഒരു ഇതുണ്ട്. ശരിക്കും പറയാം അത് വല്ലതൊരു അത് ആൾക്കാരുടെ ആവേശത്തിന്റെ പുറത്തൊക്കെ അത് ചെയ്യുന്നതായിരിക്കും, വളരെ മനഃപൂർവ്വം ആ സിനിമയ്ക്ക് ഒരു ദോഷം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നത് ആവണമെന്നില്ല. പക്ഷെ ഇത് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഡിസ്കഷൻസ് വരുന്ന സമയത്ത് ആൾക്കാർ കുറച്ചുകൂടെ അവെയർ ആവുമായിരിക്കും. അവര് അത് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവരുടെ പലരുടെ ആസ്വാദനത്തിനെ അവര് എന്താ പറയാ ഹനിക്കുകയാണ് എന്ന് അറിയാത്തതുകൊണ്ടായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. ഇനി ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം, അപ്പൊ അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കും ആ സിനിമ കാണാനായിട്ട് ഇരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് പറ്റില്ലല്ലോ. വരും ദിവസങ്ങളിൽ കാണാതിരിക്കുന്നവർക്കും ഇവർക്ക് കിട്ടിയ, അതായത് ആ നമ്മൾ കാണുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ആ ഇൻട്രസ്റ്റിങ്ങും അതേ ആ ഒരു ഫീല് തന്നെ മറ്റുള്ളവർക്കും കൂടെ കിട്ടേണ്ടതാണ്. എല്ലാവർക്കും അങ്ങനെ കാണാനൊരു അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിലാച്ച് കഴിവതും ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മാന്യതയായിരിക്കും. സിനിമയുടെ എന്ത് ശരിക്കും പറഞ്ഞ ക്യാരക്ടർ ഓപ്പോസിറ്റ് ബേസിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ക്യാരക്ടർ ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ ചെയ്യുമായിരുന്നതിന് എനിക്ക് അറിഞ്ഞൂടാ. ക്യാരക്ടർ തന്നെ ആസ് ഇറ്റ് ഈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എൻ്റെ അടുത്ത് ആദ്യം ഇത് പറയുന്നത് ബേസിലാണ്. ബേസിൽ പറഞ്ഞത് കൊണ്ടാണോ എനിക്ക് ബേസിൽ പറഞ്ഞത് മാത്രമാവണമെന്നില്ല. പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ്. എനിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കാനുള്ള ഒരു സാധ്യത അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഞാനിത് കമ്മിറ്റ് ചെയ്തത്. പിന്നെ ബേസിൽ ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. രണ്ടുപേർക്കും ദോഷം വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. അത് ബേസിലോട് എനിക്ക് അതേപോലെ വിശ്വാസം പോലെ തന്നെ ഇവരോടും ഉണ്ട്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയണതാണ്, അരുണിനെ അറിയണതാണ്, ബോൾസനെ ആണെങ്കിൽ ഞാൻ ബേസിൽ വഴി തന്നെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവര് നമ്മുടെ അടുത്ത് ഫുൾ കഥ റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബേസിൽ പറഞ്ഞ അതേ എക്സൈറ്റ്മെന്റ് തന്നെ ഇവര് പറഞ്ഞപ്പോഴും തോന്നി. ബേസിൽ എൻ്റെ അടുത്ത് ആദ്യം ഒരു 3 വരിയിൽ എൻ്റെ അടുത്ത് ഇതിന്റെ ഒരു ഐഡിയ പറഞ്ഞിട്ട് പിന്നെ ഇവര് വന്ന് ഡീറ്റെയിലായിട്ട് കഥ പറഞ്ഞപ്പോഴും എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അത് ചെയ്തത്. Okay, thank you so much everyone. So നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ അതിരടി മൂവിയുടെ സക്സസ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇപ്പോഴാണ് കൂടുന്നത്. അതല്ല ഇനി നിങ്ങൾ തമ്മിൽ കോമ്പോ ഉദ്ദേശിച്ചത് രണ്ടുപേരും കൂടി അതിന് കഥയുണ്ട്. കഥയൊക്കെ കേട്ട് ഞങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. കോമ്പോ നമുക്ക് പ്രതീക്ഷിക്കും. വില്ലനല്ല, നായകനല്ല, രണ്ടാളും കൂടി ഞാൻ അങ്ങനെ ഒന്ന് കൊണ്ടുപോകാം. ഞാൻ ഉദ്ദേശിച്ചില്ല. എഴുതിട്ട് അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത സിനിമ ഓ ഷാനിക്ക അഭിനയിക്കുന്ന സിനിമ ഓക്കെ ആക്ടിംഗ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇനി ആക്ടർ ഷാനായിട്ട് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു. അടുത്തുണ്ട് അത് ഞാൻ അറിഞ്ഞത്. അത് ഇപ്പോഴല്ല, 2027 എന്നോട് പറഞ്ഞത്. 27 അവർക്ക് ഡേറ്റ് വേണം. എന്നെ വിനീതാണ് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. അപ്പം 2027 ഒരു പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാം.
അപ്പൊ അതുപോലെ ഞാൻ എന്റെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലാതെ ഞാൻ സിനിമയില് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് സ്റ്റേജിൽ ചെയ്യാനായിട്ട് ബാക്കിയുള്ള ആളാണ്. അത് ഞാൻ അതുപോലെ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ തന്നെ പൊക്കോട്ടെ അല്ലെ? അതെന്റെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് കിടക്കട്ടെ. പോകുന്നില്ല. അവ ഭയങ്കര ഒരു കണക്ഷൻ ഒരു പരിപാടിക്ക് വേണ്ടി പോയേക്കാണ്. അത് ഒരു സോളോ ട്രിപ്പ് മൊത്തം ഒന്ന് ഈ ഇവിടുത്തെ പ്രൊമോഷന്റെ ഒക്കെ ഈ അലച്ചിലായി കഴിഞ്ഞിട്ട് ഒന്ന് റെജിനുവേറ്റാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയേക്കുന്നതാണ്. പോയി വരട്ടെ, അത് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഇവരെ ഒരുമിച്ച് കാണാം. വൺസ് അഗെയിൻ ഈ ഒരു അതിരടി മൂവിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻ.